ഫീസ് വർധനവിനെതിരെ തൃശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാലയിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വിവരങ്ങളുമായി അനീഷ് ആന്റണി ചേരുന്നു. അനീഷ്, ഫീസ് വർധനവ് മാത്രമാണോ ഇത്തരത്തിലൊരു സംഘർഷത്തിലേക്ക് മാറാൻ കാരണം? മാത്രമല്ല, ഇപ്പോഴും ഈ സംഘർഷം തുടരുകയാണോ? എന്താണ് ഇപ്പോഴത്തെ അവസ്ഥ? അരുണിമ, പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. കാർഷിക സർവകലാശാലയിലെ അക്കാദമിക് ആൻഡ് റിസർച്ച് മാനേജ്മെന്റ് ബ്ലോക്കിന് മുന്നിലാണ് SFIയുടെ പ്രതിഷേധം നടക്കുന്നത്. മാർച്ച് ആയിട്ടാണ് ഇങ്ങോട്ടേക്ക് എത്തിയത്. പിന്നീട് പോലീസ് ബാരിക്കേഡ് വെച്ചു. ഈ ബാരിക്കേഡ് മറികടന്ന അതോടെയാണ് സംഘർഷത്തിലേക്കും ജലപീരങ്കി പ്രയോഗത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ എത്തിയത്. അതായത് ഈ അക്കാദമിക് ഇയറിൽ മുന്നറിയിപ്പില്ലാതെ ഡിഗ്രി, PG, PhD വിദ്യാർത്ഥികളുടെ ഫീസ് വർദ്ധിപ്പിച്ചു. അത് 3 ഇരട്ടിയോളം വർദ്ധിപ്പിച്ചു. ഇതിൽ പ്രതിഷേധിച്ചാണ് SFIയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം നടത്തുന്നത്. ഈ നേരത്തെയും ഈ വിഷയം ഉന്നയിച്ച് SFI പ്രതിഷേധിച്ചിരുന്നു. ഈ SFI പ്രതിഷേധം നടത്തുമ്പോഴൊക്കെ VC അവിടെ ഇല്ലാത്തൊരു സാഹചര്യമാണുള്ളത്. ഇന്നും VC ഈ സ്ഥാപനത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. കഴിഞ്ഞ തവണ സമാന രീതിയിൽ മാർച്ച് നടത്തിയപ്പോൾ VC ഓൺലൈൻ വഴി ഈ നേതാക്കളുമായി SFI നേതാക്കളുമായി ചർച്ച നടത്തി. അതിനുശേഷം ഫീസ് കുറയ്ക്കാമെന്നുള്ളൊരു വാക്ക് പറഞ്ഞെങ്കിലും പിന്നീട് ആ വാക്ക് പാഴ്വാക്കായി എന്നാണ് SFI പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് SFI വീണ്ടും ഇത്തരത്തിൽ അക്കാദമിക് റിസർച്ച് മാനേജ്മെന്റ് ബ്ലോക്കിലേക്ക് വലിയൊരു മാർച്ച് നടത്തിയത്. മാർച്ച് എത്തുന്നതിന് മുൻപ് തന്നെ പോലീസ് അവിടെ ബാരിക്കേഡ് വെച്ചിരുന്നു, കെട്ടി സംരക്ഷിച്ചിരുന്നു. പക്ഷേ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ടു. ബാരിക്കേഡ് മറികടക്കാനുള്ള ശ്രമം ഉണ്ടായതോടെ വലിയ രീതിയിൽ ജലപീരങ്കി പ്രയോഗം ഉണ്ടായി. എന്നിട്ടും പ്രവർത്തകർ അടങ്ങിയില്ല. പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്നു. ബാരിക്കേഡിന് തൊട്ടപ്പുറത്ത് വലിയ ഗ്രില്ലാണ്, ഇരുമ്പിന്റെ ഗ്രില്ലാണ്. ആ ഗ്രില്ല് മറികടക്കാനുള്ള ശ്രമമൊക്കെ SFI പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായി. ഗ്രില്ല് പൊളിക്കാനുള്ള ശ്രമം ഉണ്ടായി. പക്ഷെ അത് വിജയിച്ചില്ല. ഇപ്പോഴും അവിടെ ഇരുന്നുകൊണ്ട് മുദ്രാവാക്യം വിളികളുമായി സമരം തുടരുകയാണ്. SFI സംസ്ഥാന പ്രസിഡന്റ്, സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. എന്തായാലും പ്രതിഷേധം തുടരുകയാണ്. ഫീസ് വർധനവ് അല്ലാതെ മറ്റൊരു പോംവഴിയില്ല. തങ്ങൾ ഫീസ് വർധനവ് പിൻവലിക്കുക അല്ലാതെ ഈ സമരത്തിൽ നിന്നും പിന്മാറുകയില്ല എന്നാണ് SFI നേതൃത്വം പറയുന്നത്. എന്തായാലും VC ഇല്ലാത്ത സാഹചര്യത്തിൽ അവിടെ ഇപ്പോഴും പ്രതിഷേധക്കാർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. മുദ്രാവാക്യം വിളികളുമായി മുന്നോട്ട് പോവുകയാണ്. VCയുമായി സംസാരിക്കാനുള്ള ഒരു സാഹചര്യം നേതാക്കൾക്ക് 2-3 പേർക്ക് ഉള്ള ഒരു അവസരം ഒരുക്കാമെന്ന് പോലീസ് പറഞ്ഞിട്ടുണ്ട്. SFI നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. പക്ഷെ VC അവിടെ ഇല്ല. നേരത്തെ ഓൺലൈൻ വഴിയായിരുന്നു ഇത്തരത്തിൽ ചർച്ച നടത്തിയതും ഫീസ് കുറയ്ക്കാമെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞതും. പക്ഷെ അതൊന്നും ഫലവത്തായില്ല എന്ന് SFI അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട് ഇവിടേക്ക് സമരം നടത്തിയാലും VC ആ സമയത്ത് ഇവിടെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമില്ല. VC മുങ്ങുകയാണെന്നാണ് SFI നേതൃത്വം പറയുന്നത്. എന്തായാലും ഇപ്പോഴും പ്രതിഷേധം തുടരുകയാണ്. ഈ അക്കാദമിക് ബ്ലോക്കിന് മുന്നിൽ മുദ്രാവാക്യം വിളികളുമായി പ്രവർത്തകർ അവിടെ കുത്തിയിരിക്കുകയാണ്. പോലീസിന്റെ വലിയ സന്നാഹമുണ്ട്, ജലപീരങ്കിയുണ്ട്. ഈ അടുത്തൊരു ഘട്ടം എന്താണെന്നുള്ള കാര്യം ഇപ്പോൾ വ്യക്തതയില്ല. എന്തായാലും വിദ്യാർത്ഥികൾ അവിടെ കുത്തിയിരുന്ന SFI പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ്. അരുണിമ, ശരി, വ്യക്തമാണ് അനീഷ്. ഫീസ് വർധനവിനെതിരെ തൃശൂർ മണ്ണുത്തി കാർഷിക സർവകലാശാലയിലേക്ക് SFI നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോഴും സംഘർഷം തുടരുകയാണ്. കൂടുതൽ വിവരങ്ങൾ നൽകിയത് അനീഷ് ആന്റണിയാണ്.